പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. മാഹിയാണെങ്കിൽ ഗൗരിയും ചേർത്ത് ആ മുറിയിലൂടെ നടന്നു. രാത്രിയിൽ അവർക്ക് കഴിക്കുവാനായി ചപ്പാത്തിയും ഡാലും വെജിറ്റബിൾ സാലഡും പിന്നെ കാശ്മീരി സ്പെഷ്യൽ ടീയും ഒക്കെയായിരുന്നു. വളരെ രാജകീയമായ പ്ലേസാണ് ഫുഡ് കഴിക്കാനിരുന്നത്. ചിനാർ എന്നാണ് അതറിയപ്പെട്ടത്. പരമ്പരാഗതമായ രീതിയിലാണ് അവിടുത്തെ അലങ്കാരങ്ങൾ. ഗൗരിയാണെങ്കിൽ മറ്റേതോ ലോകത്തെന്നതുപോലെ മഹിയുടെ കൈയും കോർത്തു പിടിച്ചുകൊണ്ട് എല്ലാം ചുറ്റിക്കണ്ടു. അതെ, നാളെ വെളുപ്പിനെ നമുക്ക് എഴുന്നേറ്റ് പോകേണ്ടതാ. ഇങ്ങനെ നിന്നാൽ മതിയോ? കിടക്കണ്ടേ? എനിക്ക് വേറെ കുറച്ച് കലാപരിപാടികൾ ഉള്ളതാ. മഹി അവളുടെ കാതിൽ മന്ത്രിച്ചതും നാണത്താൽ അവളൊന്ന് തൊടുത്തു. ആ രാത്രിയും അവർക്കേറെ പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു. പനിനീർ പുഷ്പങ്ങൾ 1000 ഇതളുകൾ പൊഴിച്ചുകൊണ്ട് അവർക്ക് മണിയറ വിരിച്ചപ്പോൾ അകലെ വെണ്ണിൽ താരകങ്ങളും തിങ്കളും അകമ്പടി സേവിച്ചു. കാശ്മീരിൻ്റെ കുളിരും തണുപ്പും തൻ്റെ പാതിയിലേക്ക് ആഴത്തിലിറങ്ങിയപ്പോൾ ഓരോ സിരകളും അവൻ്റെ ചൂടേറ്റ് അവൾ ഉണർന്നു തുടങ്ങിയിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുകയാണ്. നറുനിലാവ് പൊഴിയുന്ന ആ രാത്രിയിൽ അവളുടെ അധരങ്ങൾ കവിതകൾ രചിച്ചപ്പോൾ അത് കൂടുതൽ മികവുറ്റതാക്കാൻ അവന് കഴിഞ്ഞു. അവൻ്റെ ഓരോ ചുംബനത്താലും അവൾ മറ്റേതോ ലോകത്തായിരുന്നു. വീണ്ടും ഒരു രസനവിദ്യയായി അവൻ ഒരു ജാലകക്കാരനാവുകയാണ്. മധുരമേറിയ പകലിനേക്കാൾ നൽകിയ രാവിൽ അവൾ വിവശയായി തുടങ്ങിയിരുന്നു. സപ്തവർണ്ണങ്ങൾക്ക് ചാരുതയേകിക്കൊണ്ട് തൻ്റെ ഗൗരിയെ നെഞ്ചോട് ചേർത്ത് മഹിയും കണ്ണുകൾ അടച്ചു. 6 മണിയായപ്പോൾ മഹിയും ഗൗരിയും ഉണർന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് 6:30 ടാക്സി എത്തുമെന്നാണ് ഹോട്ടലിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചത്. രണ്ടാളും വേഗം റെഡിയായി. ഇളം റോസ് നിറമുള്ള ഒരു സൽവാർ അണിഞ്ഞ് ഷോള് മുഴുവനായും വിടർത്തിയിട്ട് ഒരു വലിയ ജിമുക്കി കമ്മലൊക്കെ ഇട്ടുകൊണ്ട് അവൾ ഒരുങ്ങി ഇറങ്ങി വന്നു. മഹി അവളെ നോക്കി നിന്നുപോയി. പെണ്ണിന് മൊഞ്ചു കൂടിയോ? എങ്ങനെയുണ്ട് ഏട്ടാ, കൊള്ളാമോ? അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഗൗരി ചോദിച്ചു. കുഴപ്പമില്ല, പക്ഷേ എനിക്കിഷ്ടം ഇന്നലെ രാത്രിയിലെ വേഷമായിരുന്നു. അവനത് പറയുകയും അവൾ അവനിട്ട് 2-3 ഇടി വെച്ച് കൊടുത്തു. കൂടുന്നുണ്ട് കേട്ടോ മഹിയേട്ട. വെച്ചിട്ടുണ്ട്. കുറുമ്പോട് പറയുന്നവളെ നോക്കി മഹി ചിരിച്ചു. രണ്ടാളും ഇറങ്ങിച്ചെന്നപ്പോൾ ടാക്സി റെഡിയായിരുന്നു. സോനാമാർഗ്, സഞ്ചാരികളുടെ പർദീസ. ലോകത്തിൻ്റെ പൂന്തോട്ടമായ കാശ്മീരിൽ സ്വർണ്ണവർണ്ണമാകുന്ന പുഷ്പങ്ങളാൽ ആർത്തുല്ലസിച്ച് കിടക്കുകയാണ് സോനാമാർഗ് എന്ന സ്വപ്നഭൂമി. സോനാമാർഗ് എന്നാൽ സ്വർണ്ണ പുൽത്തകിടി എന്നാണ് അർത്ഥം. വർഷത്തിൽ 6 മാസക്കാലം മഞ്ഞു മൂടിക്കിടക്കുന്ന മനുഷ്യവാസമില്ലാത്ത ഈ പ്രദേശത്തേക്ക് സീസൺ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ പറന്നെത്തും. ടാക്സി ഡ്രൈവറായ മുഹമ്മദ് അസ്ലാം സോനാമാർഗിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഗൗരിയോടും മഹിയോടും. ശൈത്യം മാറി വസന്തമായി തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം പുഷ്പങ്ങൾ ഈ താഴ്വാരം മുഴുവനായും വിരിഞ്ഞു തുടങ്ങും. സൂര്യൻ്റെ രശ്മികൾ തട്ടുമ്പോൾ അവ സ്വർണ്ണ നിറത്തിലാകും. അങ്ങനെയാണ് ഈ പേരുണ്ടായത്. കാശ്മീരിൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ചുകൊണ്ട് ചെറു ഗ്രാമങ്ങൾ താണ്ടി അവർ യാത്ര തുടരുകയാണ് NH1 നനുത്ത തണുപ്പും കുളിരും ഉണ്ടെങ്കിൽ പോലും അതവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഒരിടയൻ കുറേയേറെ ആടുകളെ മേയിച്ചുകൊണ്ട് റോഡിൻ്റെ ഓരം ചേർന്ന് നടന്നു പോകുന്നു. മുഹമ്മദ് ടാക്സി ഒന്ന് ചെറുതായി ചവിട്ടി. ഉറുദു ഭാഷയിൽ അയാളോട് എന്തോ പറഞ്ഞു. അയാൾ തള്ളവിരൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. പെങ്ങടെ മകനാണെന്നും അടുത്ത ആഴ്ച കല്യാണമാണെന്നും അയാൾ മഹിയോട് പറഞ്ഞു. നമ്മുടെ കുട്ടനാട്ടിലേക്ക് ചെല്ലുമ്പോൾ പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ട് കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന പുഞ്ചപ്പാടം കണക്കെ റോഡിൻ്റെ ഇരുവശത്തുമായി പരന്നൊഴുകുകയാണ് താൽ തടാകം. സൂര്യരശ്മികൾ തട്ടുമ്പോൾ ഓളം തുളുമ്പി ഒഴുകുന്ന തടാകം കാണുവാൻ അതീവ മനോഹരിയായിരുന്നു. അകലെ വെള്ളിമേഘങ്ങൾ പതിഞ്ഞു കിടക്കും പോലെ കാണാം. അതൊക്കെ മഞ്ഞു വീണ് കിടക്കുന്ന കുന്നുകളാണെന്ന് മുഹമ്മദ് പറഞ്ഞു. ഇടയിലൂടെ നീലവർണ്ണത്താൽ ഒഴുകി വരുന്ന തെളിനീർ. ഈ ഹിമാനികളിലെ വെള്ളമാണ് വേനൽക്കാലത്തും ഹിമാലയൻ നദികൾ നിറഞ്ഞൊഴുകുന്നത്. മഞ്ഞുരുകി അത് ചെറിയൊരു അരുവിയായതാണെന്നും ആ വെള്ളമാണ് ഈ ഒഴുകി വരുന്നതെന്നും നല്ല ശുദ്ധമായ ജലമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് വാചാലനായി. കടും മഞ്ഞ നിറത്തിൽ ചെറിയ പൂക്കൾ കൊണ്ട് പിന്നീടുള്ള റോഡിൻ്റെ ഇരുവശങ്ങളും നിറഞ്ഞു. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഒടുവിൽ സോനാമാർഗിലെത്തി. ആളുകൾ ആരും തന്നെ എത്തിയിട്ടില്ല.
അവരെ ഇറക്കിയിട്ട് മുഹമ്മദ് വണ്ടി ഓടിച്ച് തിരികെ പോയി. മഞ്ഞ് പൊഴിഞ്ഞു കിടക്കുകയാണ് ആ പ്രദേശം മുഴുവനും. പൈൻമരക്കാടുകളെ ഉമ്മവെച്ചും തഴുകിയും കിടക്കുന്ന മഞ്ഞുകണങ്ങൾ. ആകാശം പൊട്ടി നിൽക്കുന്ന മലനിരകളെ മുഴുവനായും മഞ്ഞ് പൊതിഞ്ഞിരിക്കുകയാണ്. പാൽത്തുള്ളികൾ പോലെയാണ് അവിടമാകെ. കാശ്മീരിൻ്റെ സൗന്ദര്യം മുഴുവനായി നിലകൊള്ളുന്നത് ഇവിടെയാണെന്ന് മുഹമ്മദ് പറഞ്ഞത് അവൾ ഓർത്തു. നയന മനോഹരം, ഭൂമിയിലെ സ്വർഗം, വാക്കുകൾക്ക് വർണ്ണിക്കാൻ അപ്രാപ്യമാണെന്ന് ഗൗരിക്ക് തോന്നി. മഞ്ഞുമഴ പെയ്യുകയാണെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അധികം തണുപ്പില്ല. മഹിയെ കെട്ടിപ്പിടിച്ച് ഒരൊന്നാന്തരം ഫ്രഞ്ച് കിസ് അടിച്ചു പെണ്ണപ്പോൾ. അവൻ അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. ദൈവമേ, ഈ പെണ്ണ്! ഡി, ആരെങ്കിലും കണ്ടോ? അവൻ ചുറ്റിനും നോക്കി. ആരുമില്ലേട്ടാ, അതുകൊണ്ടല്ലേ. അവൻ്റെ കൈത്തണ്ടയെ തോണ്ടിക്കൊണ്ട് അവൾ മെല്ലെ മന്ത്രിച്ചു. നിന്റെ നാണമൊക്കെ എവിടെ പോയി? മഹി അവളുടെ മിഴികളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അറിയില്ല. എൻ്റെ നാണോ മാനോ ഒക്കെ കവർന്നെടുത്ത് ദൂരേക്ക് എറിഞ്ഞത് ആരാണ്? അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അതിരിക്കട്ടെ, നീ എന്തിനാ എനിക്കിട്ടിപ്പോൾ ഉമ്മ വെച്ചത്? ഇഷ്ടം കൊണ്ട്. ആരോട്? എന്നോടോ? എന്ത് സംശയമുണ്ടോ? ഏയ്, അങ്ങനെ പതിവില്ലാത്തത് ലഭിച്ചപ്പോൾ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണോ? അവൾ അവൻ്റെ ഇരു കവിളത്തും പിടിച്ച് ഒന്നൊലിച്ചു. ഇണയരയന്നങ്ങളെ പോലെ അവർ അവിടെയെല്ലാം ചുറ്റി നടന്നു. താഴെ അടിവാരത്തിൽ ഒരു ചെറിയ ചായക്കടയുണ്ട്. തേയിലയിട്ട് ചായയല്ല, പകരം കാശ്മീരിലെ ഒരു സ്പെഷ്യൽ പൊടി ചേർത്തതാണ്. വാവ്, സൂപ്പർ! എന്താ രുചി! ഒരിറക്കിക്കൊണ്ട് മഹി ഗൗരിയോട് പറഞ്ഞു. അവളും കുടിച്ചു നോക്കി. വളരെ രുചികരം. ഒപ്പം കഴിക്കുവാനായി മുട്ട കൊണ്ടുള്ള എന്തോ ഒരു സാധനവും കിട്ടി. അതിനും നല്ല രുചി. രണ്ടാളും ആസ്വദിച്ചിരുന്ന് അതൊക്കെ കഴിച്ചു. സഞ്ചാരികൾ മെല്ലെ മെല്ലെ എത്തിത്തുടങ്ങി. കൂടുതലും പിള്ളേർ സെറ്റ്. അവർ ബുള്ളറ്റിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ആസ്വദിക്കുകയാണ് സോനാമാർഗ് എന്ന സുന്ദരിയെ. ഉച്ചയ്ക്ക് ശേഷമാണ് മഹിയും ഗൗരിയും അവിടുന്ന് തിരിച്ചു പോന്നത്. മുഹമ്മദിനെ ആണെങ്കിൽ മഹി വിളിച്ചിരുന്നു. അയാൾ അടിവാരത്തിൽ എത്തിയിട്ടുണ്ട്. തിരിച്ച് പാലസ് ഹോട്ടലിൽ എത്തിയപ്പോൾ 6 മണി കഴിഞ്ഞു. അടുത്ത ദിവസം കാശ്മീരിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കൂടി പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് പിരിഞ്ഞു പോയത്. ഒരാഴ്ചത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ് ഗൗരിയും മഹിയും. ആദ്യമായിട്ടാണ് ഗൗരി ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞതും അവൾ ഒരുപാട് ക്ഷീണിച്ചു പോയിരുന്നു. വെളുപ്പിന് 2 മണിയായപ്പോഴാണ് അവരെത്തിയത്. വന്നതും ഇരുവരും ഒന്ന് കുളിച്ച് ഫ്രഷായി. അതിനുശേഷം സുഖമായിട്ടൊന്ന് കിടന്നു. ഗൗരിക്കാണെങ്കിലും അമ്മയോടും ലീലച്ചേച്ചിയോടും വിശേഷങ്ങൾ പറഞ്ഞിട്ടും തീരുന്നില്ല. ഓരോ സ്ഥലത്തും പോയതും അവിടെ കണ്ടതും പരിചയപ്പെട്ടതും എല്ലാം വർണ്ണിക്കുകയാണവൾ. അപ്പോഴാണ് മഹി എഴുന്നേറ്റ് വരുന്നത്. കേട്ടോ മോനെ, ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാലേ അവിടെ പോയി നേരിട്ട് കണ്ടതുപോലെയാ. എന്ത് രസമായിട്ടാണ് പറയുന്നേ. ടീച്ചറമ്മ മരുമകളെ പ്രശംസിച്ചു. ഒറ്റ ദിവസം കൊണ്ട് യാത്ര മതിയാക്കി തിരിച്ചു പോരണമെന്ന് പറഞ്ഞ ആളാണോ ഇത്രമാത്രം വിശദീകരിക്കുന്നത്? അവൻ ഫ്രിഡ്ജിൽ നിന്നും ഒരു ആപ്പിൾ എടുത്തു. അത് എനിക്ക് വല്ലാത്ത തലവേദനയായിരുന്നു, മഞ്ഞും തണുപ്പുമൊക്കെ അടിച്ചപ്പോൾ. അതുകൊണ്ടാണമ്മേ. കാലാവസ്ഥ മാറിയതിൻ്റെ ആണ് മോളെ. ഞാനാണെങ്കിൽ ബാംഗ്ലൂർ വരെ പോയതേ ഉള്ളൂ. എന്നിട്ടെനിക്ക് 2-3 ദിവസത്തേക്ക് ആകെ ക്ഷീണമായിരുന്നു. മെല്ലെയാണ് ശരിയായത്. ഗൗരിയാണെങ്കിൽ അപ്പോഴേക്കും ഒരു കപ്പ് കാപ്പി എടുത്ത് മഹിക്ക് കൊടുത്തു. കാപ്പി വേണമെന്നില്ല, നീ കുടിച്ചോ. അവൻ ആപ്പിൾ എടുത്ത് വീണ്ടും കടിച്ചു. മറുത്തൊന്നും പറയാതെ കൊണ്ട് അവളത് കുടിക്കുകയും ചെയ്തു. 2 പേരുടെയും സ്നേഹം നോക്കിക്കാണുകയാണ് ടീച്ചറമ്മ. ഗുരുവായൂരപ്പ, എൻ്റെ കുട്ടികളെ എന്നും ഇതുപോലെ സ്നേഹത്തോടെ കഴിയണേ. മരിക്കുവോളം എനിക്ക് ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങയോട്. ടീച്ചറമ്മ മൂകമായി പ്രാർത്ഥിച്ചു. ഗൗരി, നീ അമ്മയ്ക്കും ലീലേച്ചിക്കും മേടിച്ച സാരിയൊക്കെ കൊടുത്തോ? അയ്യോ, ഞാനത് മറന്നു. അമ്മേ, ഞാൻ ഇപ്പോൾ വരാമേ. അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. പിന്നാലെ മഹിയും. ബാഗ് തുറന്ന ശേഷം ഗൗരി 3-4 സാരി എടുത്ത് വെളിയിലേക്ക് വെച്ചു. കനിയ സിൽക്സ് എന്നറിയപ്പെടുന്ന ഹാൻഡ് വർക്ക് സാരീസാണ് എല്ലാം. ലൈറ്റ് കളേഴ്സാണ് അവൾ തിരഞ്ഞെടുത്തത്. മഹി കയറി വരുന്നത് കണ്ട്
അവളതെല്ലാം എടുത്ത് മടക്കി വെക്കുകയാണ്. നീ ഏതൊക്കെയാണ് എടുത്തേ? ദേ ഇതെല്ലാം. എന്താ ഏട്ടാ? ഞാൻ വാങ്ങിത്തന്നതെടുത്തോ? ഇല്ലല്ലോ. എടുത്തു വെച്ചു, അമ്മയെ കാണിക്കാൻ. സെഫ്രോൺ, കാശ്മീരി ചില്ലീസ്, അതുപോലെ തന്നെ കുറച്ച് ഷോൾസ്, കുറച്ച് വളയും മാലയും, കുറച്ച് അലങ്കാര വസ്തുക്കൾ, പിന്നെ അമ്മയ്ക്കൊരു പേഴ്സ്, അതുപോലെ ബാഗുണ്ട് ലീലേച്ചിക്ക്. അങ്ങനെ കുറേയേറെ ഐറ്റംസൊക്കെ വാങ്ങിക്കൂട്ടിയാണ് ഗൗരി വന്നത്. അതിലൊരു മജന്ത നിറമുള്ള ഷോൾ ഉണ്ടായിരുന്നു. മഹി അതെടുത്തുകൊണ്ട് ഗൗരിയുടെ കഴുത്തിലൂടെ ചുറ്റിച്ചിട്ടു. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അവനുളുടെ കാതിലേക്ക് മെല്ലെ ഒന്ന് കടിച്ചു. ദേ മഹിയേട്ടാ, വല്ലാതെ കൂടുന്നുണ്ട് കേട്ടോ ഈയിടെയായിട്ട്. കുട്ടിക്കളിയാണോ ഇപ്പോഴും? അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഗൗരി താഴേക്ക് ഇറങ്ങിച്ചെന്നു. അമ്മയ്ക്കും ലീലച്ചേച്ചിക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതൊക്കെ. എല്ലാം നല്ല ഭംഗിയുണ്ട് മോളെ. ദേ ലീലെ, ഈ സാരി എങ്ങനെയുണ്ടടി, ഇഷ്ടമായില്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ ടീച്ചറമ്മേ? ഗൗരിമോക്ക് നല്ല അസലായിട്ട് സെലക്ട് ചെയ്യാനറിയാം. ഓ എൻ്റെ പൊന്നു ലീലച്ചേച്ചി, ഇവിടെ ഒന്ന് നിലത്തേക്ക് ഇറക്ക്. എത്ര നേരം ഈ പെണ്ണ് അന്തരീക്ഷത്തിൽ കൂടി ചുറ്റാൻ തുടങ്ങിയിട്ട്. മഹിയാണെങ്കിൽ ഗൗരിയെ കളിയാക്കി. അവൾക്ക് നല്ല ദേഷ്യം തോന്നിയെങ്കിലും എല്ലാം കടിച്ചു പിടിച്ച് നിന്നു. റൂമിലേക്ക് വന്നിട്ട് വേണം മറുപടി കൊടുക്കാൻ, അവൾ മനസ്സിൽ ഓർത്തു. ഡാ, നീ എൻ്റെ കുട്ടിയെ കളിയാക്കണ്ട കേട്ടോ. പാവമാണെന്ന് കരുതി അതിൻ്റെ തലയിൽ കയറി നിരങ്ങാൻ നീ കരുതണ്ട. മോളുടെ സെലക്ഷൻ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ടീച്ചറമ്മ കണ്ണുരുട്ടിക്കൊണ്ട് മഹിയോട് പറഞ്ഞു. എൻ്റെ അമ്മേ, ഇവളോട് സെലക്ഷൻ ഒന്നാം തരമാണ്. അതെനിക്ക് നന്നായി അറിയിക്കുകയും ചെയ്യാം. ഇവൾ തെളിയിക്കുകയും ചെയ്തു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി അമ്മയുടെ തൊട്ടരികിൽ ഈ ഞാനിങ്ങനെ നിൽക്കുമല്ലേ. ഓ എന്ന് പറഞ്ഞാൽ ഒരു സുന്ദരം വന്നേക്കുന്നു. അങ്ങനെ കളിയും ചിരിയും സന്തോഷവും ഒക്കെ നിറഞ്ഞ കുറേയേറെ ദിവസങ്ങളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഗൗരി ഉറക്ക വിളിച്ചുകൊണ്ട് മഹി ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് മുറിക്കുള്ളിൽ പ്രകാശം നേർന്നു. വെട്ടി വിയർത്തിരിക്കുകയാണ് മഹി. ഗൗരി അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്താ ഏട്ടാ, സ്വപ്നം വലുതും കണ്ടോ? പെട്ടെന്ന് മഹി അവളെ കെട്ടിപ്പുണർന്നു. അവൻ്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. തൻ്റെ ചുമലിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവനെ കണ്ടുകൊണ്ട് ഗൗരിക്ക് മനസ്സ് നേറി. മഹിയേട്ടാ, ഇതെന്താ കൊച്ചു കുട്ടികളെപ്പോലെ? അവൾ അവൻ്റെ മുഖം ബലമായി പിടിച്ചു മാറ്റിയതും അവൻ കുറേയേറെ ചുംബനങ്ങൾ കൊണ്ട് അവളുടെ വദനം മൂടി. ഞാനൊരു സ്വപ്നം കണ്ടു പെണ്ണെ. ആ നശിച്ച സ്വപ്നം. ഓ, വല്ലാതെ വിഷമിച്ചു പോയി. അവൻ കട്ടിലിൻ്റെ ഗ്രാസയിൽ ചാരിയിരുന്നു, ഗൗരിയും നെഞ്ചോട് ചേർത്തുകൊണ്ട്. എന്ത് സ്വപ്നമായി ഏട്ടാ കണ്ടത്? ഞാൻ തട്ടിപ്പോകുന്നുവല്ലോ ആണോ? കളിയായി ചോദിക്കുന്നവളുടെ വായ പൊത്തിപ്പിടിച്ചപ്പോൾ അവൻ്റെ ഹൃദയം നുറുങ്ങി. ഗൗരി, വേദനയോടെ അവൻ അവളെ വിളിച്ചു. എന്തു ഏട്ടാ, ഒരു സ്വപ്നം കണ്ടിട്ടാണോ? മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞു. വന്ന് കിടക്കിങ്ങട്. അവൾ അവനിൽ നിന്നും അടർന്നു മാറാൻ തുനിഞ്ഞതും മഹി അവളെ തന്നിലേക്ക് ചേർത്തു. നീ എന്നിൽ നിന്നും വേർപ്പെട്ടാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാനില്ല എൻ്റെ പെണ്ണെ. അത്രമാത്രം കീഴ്പ്പെട്ട് കഴിഞ്ഞു നിൻ്റെ ഉള്ളിലേക്ക്. ഓ, ഇത്രമാത്രം പറയണമെങ്കിൽ ആ സ്വപ്നം എന്താണ്? അത് പറയും മഹിയേട്ടാ. ഏയ്, ഒന്നുമില്ലെന്നേ, ചുമ്മാ ഓരോ തോന്നലുകൾ. ആ പോട്ടെ. അവൻ ഗൗരിയെയും ചേർത്തുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഏട്ടാ, ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ഈ സ്വപ്നമെന്ന് പറയുന്നതൊക്കെ അങ്ങോട്ട് പ്രാബല്യത്തിൽ വരുമോ? അങ്ങനെയാണെങ്കിലേ ഞാൻ എത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു. ഇതേവരേക്കും എൻ്റെ ഒരു സ്വപ്നവും പൂവണിഞ്ഞിട്ടില്ല. അവൻ്റെ നെഞ്ചിലെ രോമക്കാടുകൾക്കുള്ളിൽ കൂടി തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ് ആ പെണ്ണ്. മഹിയുടെ നിശബ്ദതയിൽ അവൾക്ക് വിഷമം തോന്നി. ഏട്ടനെന്താ ഒന്നും മിണ്ടാതെ കിടക്കുന്നത്? ഏയ്, ഒന്നുമില്ല ഗൗരി. പിന്നെ ചുമ്മാ ഒന്നെങ്കിൽ എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് പറയുക, അല്ലെങ്കിൽ കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. തിരിഞ്ഞു കിടക്കാനായി ഗൗരി തുനിഞ്ഞതും മഹി അതിന് സമ്മതിച്ചില്ല. എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ നീ ഒന്ന് വേദനിച്ചാൽ ഞാൻ തകർന്നു പോകും. എൻ്റെ ജന്മം വേണമെങ്കിലും ഞാൻ പകരം കൊടുക്കും. പക്ഷെ നിനക്കൊരു പോറൽ പോലും ഏൽക്കരുത്. ആ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി. ഈ മഹിയേട്ടൻ ഇതെന്താ? ചുമ്മാ ഓരോ വർത്താനം പറഞ്ഞ് കിടന്നോളും. ഉറങ്ങാൻ നോക്ക്. അവളെ അല്പം കൂടി ഇറുക്കി പിണർന്നുകൊണ്ട് മഹി കണ്ണുകൾ അടച്ചു.
പക്ഷെ ഉറങ്ങുമായിരുന്നില്ലെന്ന് മാത്രം. സ്വപ്നം കടന്നു വരുന്തോറും അവൻ്റെ ഉള്ളം വിങ്ങി. വെള്ള പുതുപ്പിച്ചുകൊണ്ട് ആരൊക്കെയോ ചേർന്ന് എടുത്തുകൊണ്ട് വരുന്ന ഗൗരി, അലമുറയിട്ട് കരയുന്ന അമ്മയും ലീല ചേച്ചി. ഓ, കണ്ണിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും. എൻ്റെ മഹാദേവ, എന്നെ എടുത്തോണം. പക്ഷെ എൻ്റെ പെണ്ണിന് ഒരു പോറൽ പോലും വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. തകർന്നു പോകും ഈ മകി. മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു